നമസ്കാരം സുഹൃത്തുക്കളെ, ഇത് ബാംഗ്ലൂർ സിറ്റി. ഈ നഗരത്തിൻ്റെ ലാൻഡ്മാർക്കായ വിധാൻ സൗധയാണ് കാണുന്നത്. ഒരുപാട് പേര് ബാംഗ്ലൂരിൻ്റെ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനുൾപ്പെടെ നമ്മൾ പലരും അതെല്ലാം കണ്ടിട്ടുള്ളതുമാണ്. അതുപോലെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ നഗരത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ വാഹന ഗതാഗത കുരുക്കുള്ള, അതായത് ട്രാഫിക് കൺജസ്റ്റഡ് ആയിട്ടുള്ള ലോക നഗരങ്ങളുടെ പട്ടികയിൽ ബാംഗ്ലൂരിന് 6ാം സ്ഥാനമാണുള്ളത്. ലണ്ടൻ, ഡബ്ലിൻ, ടൊറൻറ്റോ, മിലാൻ, ലിമ എന്നീ 5 നഗരങ്ങളാണ് ബാംഗ്ലൂരിന് മുന്നിലായിട്ടുള്ളത്. ഇത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ബാംഗ്ലൂർ 1ാം സ്ഥാനത്താണുള്ളത്. തൊട്ട് പിന്നിൽ 2ാം സ്ഥാനത്തായിട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ബോംബെയോ ഡൽഹിയോ കൽക്കട്ടയോ ഒന്നുമല്ല, മഹാരാഷ്ട്രയിലെ പൂനെയാണ് ഇന്ത്യയിൽ 2ാം സ്ഥാനത്തുള്ളത്. സ്വാഭാവികമായിട്ടും ലോക നഗരങ്ങളുടെ പട്ടികയിൽ ബാംഗ്ലൂരിന് തൊട്ട് താഴെയായിട്ട് 7ാം സ്ഥാനത്തും. ടോം എന്ന ആംസ്റ്റർഡാം ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനി 55 രാജ്യങ്ങളിലായിട്ട് 387 നഗരങ്ങളിൽ പഠനം നടത്തി. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പട്ടികയാണിത്. ഇതിൻ പ്രകാരം ബാംഗ്ലൂർ നഗരത്തിൽ 10 കിലോമീറ്റർ യാത്ര ചെയ്യാൻ ശരാശരി എടുക്കുന്ന സമയമെന്ന് പറയുന്നത് 28 മിനിറ്റും 10 സെക്കൻഡുമാണ്. അത് റഷ് അവറിലാണെങ്കിൽ 18 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് ഏകദേശം 1 മണിക്കൂർ എടുക്കും. അങ്ങനെ ഒരു വർഷം റഷ് അവറിൽ പെട്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് 132 മണിക്കൂറാണ്, ഏകദേശം 5.5 ദിവസം. പൂനെയിലേക്കാണെങ്കിൽ ഇത് 10 കിലോമീറ്റർ സഞ്ചരിക്കാൻ 27 മിനിറ്റും 50 സെക്കൻഡും എടുക്കും. റഷ് അവറിലാണെങ്കിൽ അത് 19 കിലോമീറ്ററിന് ഏകദേശം 1 മണിക്കൂർ എടുക്കും. അങ്ങനെ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു വർഷം 128 മണിക്കൂറാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ ബാംഗ്ലൂരും പൂനെയിലും ഒക്കെ ഉള്ളവരും അല്ലെങ്കിൽ പുതിയതായിട്ട് അങ്ങോട്ട് യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നവരൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ ഓർമ്മയിൽ വെക്കുന്നത് വളരെ നന്നായിരിക്കും. പ്രത്യേകിച്ച് എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ സമയത്തിന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ഈ ഇൻഫർമേഷൻ നന്നായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.